ഫാദർ നമസ്കാരം. നമസ്കാരം. ഞാൻ ഇന്ന് ഫാദറിനോട് ചോദിക്കാൻ പോകുന്നത് നമ്മുടെ കത്തോലിക്ക സഭയിൽ വിശുദ്ധരെ ഒക്കെ പ്രഖ്യാപിക്കുന്നുണ്ടല്ലോ, അതിൻ്റെ ഒരു പ്രോസസ്സ് എങ്ങനെയാണ്? എന്തൊക്കെ കടമ്പകളിലൂടെ കടന്നാണ് ഇവർ വിശുദ്ധരായിട്ട് അവസാന സഭ പ്രഖ്യാപിക്കപ്പെടുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. വിശുദ്ധരാകാൻ ആഗ്രഹിക്കുന്നവര് ശരിക്കും പുണ്യപൂർണതയ്ക്ക് വേണ്ടി യത്നിക്കുന്നവരാകണം. പേഴ്സണൽ സാങ്ക്ടിറ്റി. രണ്ടാമത്തത് മറ്റുള്ളവരുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി കൂടി യത്നിക്കുന്നവരായിരിക്കണം. പ്രധാനമായിട്ടും നമുക്ക് ചിന്തിക്കാവുന്ന അങ്ങനെയാണ്. ഈ ചാവറേസ് പിതാവിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ചാവർ പിതാവ് ഏതെല്ലാം തരത്തിൽ കേരള സമൂഹത്തെ വിശുദ്ധീകരിക്കാൻ വേണ്ടി, പ്രബുദ്ധമാക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അവരെ കുറെ കൂടി അറിവുള്ളവരും സമ്പന്നരുമാക്കാൻ വേണ്ടി പരിശ്രമിച്ചു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ അതെല്ലാം കൂടിയാണ് ഇതിനകത്ത് കാര്യമായിട്ട് പരിഗണിക്കുന്നത്. പക്ഷെ എങ്കിലും ഏറ്റവും പ്രധാനമായിട്ടുള്ളത് സാധാരണ നമുക്ക് ഇതിലുള്ളത് ഓക്സ് പോപ്പുലി എന്ന് പറയും. ഒരാൾ മരിച്ച ശേഷം ആ ആളെക്കുറിച്ച് ജനമധ്യത്തിലുള്ള വിശ്വാസപരമായിട്ടുള്ള സംസാരം. ആള് വിശുദ്ധനായിരുന്നു, ഇയാള് നന്മയുള്ള, അങ്ങനെ പറയുമ്പോൾ തന്നെ ആളോട് അടുപ്പവും അതുപോലെ പ്രാർത്ഥിക്കാനുള്ള മനസ്സുമൊക്കെ ഉണ്ടാവും. ആളെ സംബന്ധിച്ചിടത്തോളം ഹോളിനെസ് വളരെ പ്രധാനപ്പെട്ടതാണ്. സ്വയം വിശുദ്ധീകരണം. അപ്പം അങ്ങനെ വിശുദ്ധിയുള്ളവർക്ക് മാത്രമേ ഈ തലത്തിൽ ജനങ്ങളുടെ വായിൽ നിന്ന് അല്ലെങ്കിൽ സംസാരത്തിൽ നിന്ന് ഒരു വിശുദ്ധിയുടേതായിട്ടുള്ള മനുഷ്യനാണ് ഇദ്ദേഹം എന്ന് പറയാൻ പറ്റുള്ളൂ. ഇത് ചാവറയച്ചനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ചാവറയച്ചനെ കുറിച്ച് അനേകം ആളുകൾ പറഞ്ഞിട്ടുണ്ട്, ഇതാ ഒരു ദൈവിക മനുഷ്യൻ, ഇതാ ഒരു വിശുദ്ധൻ എന്ന് പോലും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു വിശുദ്ധന് മാത്രമേ ഇങ്ങനെ ചെയ്യാൻ സാധിക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളതും എഴുതിയിട്ടുള്ളവരുണ്ട് ആ കാലഘട്ടത്തിൽ. അതുകൊണ്ട് ആദ്യമായി തന്നെ വേണ്ടത് ഒരു വ്യക്തിയെ വിശുദ്ധനായി പ്രഖ്യാപിക്കപ്പെടാൻ അല്ലെങ്കിൽ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്താനൊക്കെ വേണ്ടിയിട്ട് ഒത്തിരി ഘടകങ്ങളുള്ളതിൽ ഒന്നാമത്തെ അന്വേഷണം ഈ ആൾ എന്തുമാത്രം വിശുദ്ധിയുള്ള ആളായിരുന്നു. രണ്ടാമത്തേത് ഈ ആളുടെ കോൺട്രിബ്യൂഷൻസ് എന്തായിരുന്നു. മൂന്നാമത്തത് മരണശേഷം ഈ ആള് എന്തുമാത്രം ജനഹൃദയങ്ങളിൽ സ്ഥാനം പിടിച്ചു പറ്റിയിട്ടുണ്ട്. അതാണ് മെയിനായിട്ട് നോക്കുന്നത്. പിന്നീട് നമ്മൾ ചാവർപിതാവിനെ ഓർക്കുമ്പോൾ ചാവർപിതാവിനെ വിശുദ്ധൻ എന്ന നാമകരണം ചെയ്യുന്നതിന് മുമ്പ് ഒരു പദവിയുണ്ട്, അതിന് വാഴ്ത്തപ്പെട്ടവനാണ് പറയുന്നത്. അപ്പോൾ വാഴ്ത്തപ്പെട്ടവനാകാൻ ധന്യ പദവി കഴിയുമ്പോഴാണ് വാഴ്ത്തപ്പെട്ടവനാകാനുള്ള സാധ്യതകളുള്ളത്. ആ സാധ്യതയ്ക്ക് ഒരു രോഗശാന്തി ഉണ്ടാകണം. രോഗശാന്തി എന്ന് പറയുന്നത് പ്രാർത്ഥന കൊണ്ട് മാത്രം, ദൈവത്തിൻ്റെ ഇടപെടലുകൊണ്ട് മാത്രം സൗഖ്യപ്പെട്ടതെന്ന് തെളിയിക്കപ്പെടണം. ഒരു മരുന്നോ അല്ലെങ്കിൽ ഒരു ആശുപത്രിയിൽ ഏതെങ്കിലും ഒരു ട്രീറ്റ്മെൻറ്റോ മറ്റൊന്നും ഇല്ലാതെ പ്രാർത്ഥന കൊണ്ട് മാത്രം, അതും ഈ ചാവറപ്പിതാവ് വഴിയാണെങ്കിൽ ചാവറപ്പിതാവ് വഴി മാത്രം രോഗശാന്തി ഉണ്ടായി എന്ന് തെളിയിക്കപ്പെടണം. ഇപ്പൊ ചാവറപ്പിതാവിൻ്റെ കാര്യത്തിനകത്ത് നോക്കുമ്പോൾ പിതാവ് ഈ 2 കാലും അകത്തോട്ട് വളഞ്ഞിരുന്ന പെണ്ണാപറമ്പിൽ ജോസഫിന്റെ പ്രാർത്ഥന കേട്ട് പിതാവ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് അത് ഫലമായിട്ട് സൗഖ്യമുണ്ടായി. അത് അവർ രേഖപ്പെടുത്തി. അതാണ് വാഴ്ത്തപ്പെട്ടവാനായിട്ട് ഉപയോഗിച്ച മിറക്കിള്. ഈ ഡോക്ടർമാർ ചെക്ക് ചെയ്യൂ ഇത് ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം തന്നെ വൈസ് പോസ്റ്റ് ലെറ്റർ ഉത്തരവാദിത്തമുള്ള അച്ഛൻ അതെല്ലാം കൃത്യമായിട്ട് എഴുതിയുണ്ടാക്കി അവരുമായിട്ട് സംസാരിച്ചു. അവരുടെ അടുത്ത് അറിയാവുന്ന ആളുകളുമായിട്ടെല്ലാം സാക്ഷ്യങ്ങളെടുത്തു. അതിനുശേഷം അത് ഡോക്ടർമാരെ കണ്ട് ആ ഡോക്ടർമാരുമായിട്ട് സംസാരിച്ച് ഇവിടെ ഇത് ട്രീറ്റ്മെന്റ് ഒന്നും ചെയ്തിട്ടില്ല എന്ന് തെളിയിക്കണം. ഈ ഡോക്ടർമാരെ അപ്പോയിന്റ് ചെയ്യുന്നത് എവിടുന്നാണ്? ഇതിന്റെ കോടതിയുണ്ട്. ഈ കോടതിയിൽ അത് ഏത് രൂപതയിലാണോ ഈ മിറക്കിൾ നടന്നത് ആ രൂപതയിലെ അഭിവന്റെ പിതാവിന്റെ ഉത്തരവാദിത്വമാണ് കോടതി രൂപീകരിക്കുക എന്നുള്ളത്. അതിനുള്ള ഒരു കത്ത് റോമിലെ കോസിന്റെ ഓഫീസിൽ നിന്ന് നമ്മൾ പോസ്റ്റ് ലെറ്റർ, അവിടെയുള്ള പോസ്റ്റ് ലെറ്റർ ഇങ്ങോട്ട് കൊടുക്കണം. അത് വൈസ് പോസ്റ്റ് ലെറ്റർ വഴിയായിട്ടാണ് കൊടുക്കേണ്ടത്. അപ്പൊ അങ്ങനെ ആ കത്ത് കൊടുത്തു കഴിയുമ്പോൾ അത് പരിശോധിച്ച് പഠിച്ച് അതിൻ്റെ കൂടെയാണ് നമ്മൾ ഈ രോഗശാന്തിയുടെ റിപ്പോർട്ടും കൊടുക്കുന്നത്. ആ റിപ്പോർട്ട് പഠിച്ചിട്ടാണ് അതിനകത്തുനിന്ന് ഇത് ഒരു ടീമിനെ വെക്കും. അതായത് കോടതി ഉണ്ടാകാൻ വേണ്ടിയിട്ട്. ആ കോടതിയിൽ ജഡ്ജ് ഒരു അച്ഛനുണ്ടാവും, പിന്നെ പ്രൊമോട്ടർ ജസ്റ്റിസ് എന്ന് പറഞ്ഞ വേറെ അച്ഛനുണ്ടാവും, പിന്നെ നോട്ടറീസ് എന്ന് പറഞ്ഞ ഇതെല്ലാം എഴുതിയെടുക്കാനൊക്കെ വേണ്ട.
പിന്നെ ഒരു മെഡിക്കൽ എക്സ്പെർട്ട് ഉണ്ടാവും. അതാണല്ലോ ചോദിച്ചത്. ഓ. അതായത് ഒരു ഏറ്റവും വിദഗ്ധനായ ഒരു ഡോക്ടറെ ആ രോഗത്തിന് ചികിത്സിക്കാൻ മാത്രം കഴിവുള്ള ഒരു ഡോക്ടറെ അതിനകത്തേക്ക് നമ്മൾ നോമിനേറ്റ് ചെയ്യണം. അങ്ങനെ ഒരു ടീം ഉണ്ടാക്കിയിട്ട് ആ ടീമിനെ ബിഷപ്പിന് കൊടുക്കണം. അപ്പൊ ബിഷപ്പ് അത് അംഗീകരിച്ച ശേഷമാണ് പിന്നെ കോടതി ആരംഭിക്കുക. അപ്പൊ മെഡിക്കൽ എക്സ്പെർട്ട് എന്നതിന് പറയാം. ആ മെഡിക്കൽ എക്സ്പെർട്ടിനെ സംബന്ധിച്ചിടത്തോളം ഇതിനെക്കുറിച്ച് നല്ല അറിവും കഴിവുള്ള ആളായിരിക്കണം. ചാവറപ്പിതാവിന്റെ കാര്യത്തിനകത്ത് മെഡിക്കൽ എക്സ്പെർട്ട് ഉണ്ടായിരുന്ന ഒരു KE ജോർജ് എന്ന് പറഞ്ഞ പാലാക്കാരൻ തന്നെയായിരുന്നു, ജോർജ് കുട്ടി ഡോക്ടർ. അപ്പോൾ അത് ആ കണ്ണിനാണ് അസുഖം ഉണ്ടായിരുന്നത്. ആ കണ്ണിന് അസുഖം ഉണ്ടായിരുന്ന കൊച്ചിനെ നോക്കാൻ കണ്ണിന് അസുഖം ട്രീറ്റ് ചെയ്യുന്ന ആളായിരിക്കും. വിശുദ്ധനാക്കാനുള്ളതിന്റെ അങ്ങനെയായിരുന്നു. അപ്പൊ ഇവിടെ പെണ്ണാമറമ്പിൽ ജോസഫിനെ പ്രാർത്ഥിച്ചിട്ട് അതിന്റെ സഹോദരിയുടെ കൂടെ പെണ്ണാമറമ്പിൽ ജോസഫ് കൊച്ചായിരുന്നു. അതിനെയും കൊണ്ട് ഇങ്ങനെ വഴിയെ നടന്നു പോകുമ്പോൾ വലിയൊരു മഴ വന്നു. മഴയത്ത് കയറിയിരിക്കാൻ സ്ഥലമില്ല. അപ്പൊ അത് പ്രാർത്ഥിച്ചു, എൻ്റെ ചാവറയച്ച ഇവനെ കൊണ്ട് എങ്ങനെ പോകും, ഇവനെ ഒന്ന് വേഗം നടത്തിക്കണേ എന്ന് പറഞ്ഞു. പെട്ടെന്ന് കൊച്ചു വേഗം ചാടി കൊച്ചിന്റെ കാലിൽ നേരെയായി. അതിന് ജോസഫ് മരിച്ചിട്ട് ഒരു 6-7-8 കൊല്ലത്തിലായിട്ടുള്ളൂ ഇപ്പം. അതുവരെയും ഭംഗിയായിട്ട് ചാർപ്പുകാരോട് ഭക്തിയായിട്ട്. അപ്പൊ അങ്ങനെ ആ മിറക്കളാണ് വാഴ്ത്തപ്പെട്ടവനാക്കിയത്. അപ്പൊ ഈ ഫാദർ ഈ വാഴ്ത്തപ്പെട്ടവർ എന്ന് പറഞ്ഞുകൊണ്ട് പ്രഖ്യാപിക്കപ്പെട്ടു. അതിനുശേഷം ചില സന്ദർഭങ്ങളിലൊക്കെ ഇതങ്ങ് നീണ്ടുപോകുന്നല്ലോ വിശുദ്ധരാകാനായിട്ട്. അതെന്തുകൊണ്ടാണ്? ചാവറപ്പിതാവിന്റെ കാര്യത്തിലും ഇത് തന്നെ സംഭവിച്ചു. അതിന്റെ കാരണം, ഒന്നാമത്തെ കാരണം എന്താ വെച്ചാല് ഇത് ജനങ്ങളുടെ ഇടയിൽ ഈ ഭക്തി വർദ്ധിക്കണം, ജനങ്ങളുടെ വിശ്വാസം വർദ്ധിക്കണം. ഈ എവിടെയാണോ ഈ വാഴ്ത്തപ്പെട്ടവന്റെ കബറിടം അല്ലെങ്കിൽ പ്രാർത്ഥനയ്ക്കുള്ള സ്ഥലം, അവിടെ പ്രാർത്ഥിക്കാനും നൊവേനയിൽ പങ്കെടുക്കാനും ജനങ്ങൾ ധാരാളമായിട്ട് വന്നുകൊണ്ട് ആ വിശ്വാസത്തിന്റെ വെളിച്ചത്തിലൂടെ ദൈവത്തിന്റെ മഹത്വം കാണാനായിട്ട് തയ്യാറാകണം. അവിടെ ദൈവം പ്രവർത്തിക്കണം. ദൈവം പ്രവർത്തിക്കണമെങ്കിൽ അനേകം വിശുദ്ധരായിട്ടുള്ള ആളുകൾ അവിടെ വന്ന് തമ്പുരാന്റെ മുമ്പിൽ കൈനീട്ടി പ്രാർത്ഥിക്കുന്നതാണ്. യേശുവിന്റെ ജീവിതകാലത്ത് യേശുവിൻ്റെ അടുത്ത് വന്ന് എന്നെ സൗഖ്യപ്പെടുത്തണേ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന പോലെ തന്നെ ഉള്ളു തുറന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹം മേടിക്കാൻ സാധിക്കണം. അത് കാലഘട്ടങ്ങളിൽ തമ്പുരാന്റെ ഇടപെടലിന് ഒരു ഇതുണ്ട്. അതായത് എല്ലാത്തിനും സമയമുണ്ടെന്ന് ദൈവത്തിന്റെ നിശ്ചയപ്രകാരം ഉണ്ടെന്ന് പറയുന്ന പോലെ ആ സമയം ഉണ്ട്. ഒന്ന്. രണ്ടാമത്തേത്, എന്തുമാത്രം ഇതിൻ്റെ സഭ അല്ലെങ്കിൽ ഇതിൻ്റെ ആളുകൾ ഉത്തരവാദിത്തപ്പെട്ടവര് ഈ ദൈവിക അനുഭവത്തിലേക്ക് മനുഷ്യനെ കൊണ്ടുപോയി, എന്തുമാത്രം പ്രാർത്ഥനയിലേക്ക് കൊണ്ടുവന്നു, എന്തുമാത്രം ഡിവൈൻ ഇന്റർവെൻഷൻ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ടായി. അപ്പൊ അവിടെ മുഴുവൻ വിശുദ്ധീകരിക്കപ്പെടുകയും അവിടെ മുഴുവനും പ്രാർത്ഥനയുടെ ആളുകളായി മാറുകയും ധാരാളം ആളുകൾ പ്രാർത്ഥിക്കാൻ വരികയും ചെയ്യുമ്പോൾ ദൈവമാണ് ഇറങ്ങി വന്ന് ഈ രോഗശാന്തി നൽകുന്നത്. അപ്പോൾ അതിന് കുറച്ച് കാലതാമസം വന്നു പോയിട്ടുണ്ട് എന്ന് ചിലപ്പോൾ നമുക്ക് ചിന്തിക്കേണ്ടതുണ്ടാവും. പ്രാർത്ഥിക്കാൻ ജനം കൂടുന്നിടത്ത് തീർച്ചയായിട്ടും രോഗശാന്തികളുണ്ട്. അത് ദൈവത്തിൻ്റെ ഒരു കരുണയുടെ ഒരു സ്ഥലം തന്നെയാണ്. അതുകൊണ്ട് താമസം വന്നതിൻ്റെ കാരണം മറ്റൊന്നുമില്ല, ഒരു മിറക്കൾ ഉണ്ടാകണം, നല്ല വ്യക്തമായി തെളിയിക്കാവുന്ന മിറക്കള്. ആ മിറക്കളിനകത്ത് ഒരു ഗൗരവമായ രോഗം, ആ രോഗം ഉണ്ടായിരുന്ന ആള് ചാവറപ്പനോട് പ്രാർത്ഥിച്ചിരിക്കണം, ചാവറപ്പനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ, കൃത്യമായി പ്രാർത്ഥിച്ചു എന്നുള്ള തെളിവ് വേണം. അത് സൗഖ്യം ഉണ്ടായെന്നുള്ളത് കൃത്യമായ സൗഖ്യമായിരിക്കണം, ഭാഗികമാകാൻ പാടില്ല. എല്ലാം കറക്റ്റായിട്ട് വന്നാൽ മാത്രമേ അത് മിറക്കളാകാൻ പറ്റുള്ളൂ. അങ്ങനെയാണ് അതിനകത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ ഫാദർ ഇതിന്റെ വൈസ് പോസ്റ്റ്ലേറ്റർ ആയിരുന്നല്ലോ. അപ്പോ അതിന്റെ പോയ വഴികളൊന്ന് പറയാമോ? അതെങ്ങനെയാണ് ഇതിന്റെ എല്ലാം കൂട്ടത്തിൽ ഇങ്ങനെ പോയത്? 2005 ഞാൻ മാന്നാനത്ത് ചാവറപ്പിതാവിന്റെ വൈസ് പോസ്റ്റ്ലേറ്ററായിട്ട് വരുന്നത്. അന്ന് ഉള്ള ഒരു സാഹചര്യം എന്ന് പറയുന്നത് ധാരാളം ആളുകളുണ്ട്, പ്രവർത്തിക്കുന്നുണ്ട്. ആ പ്രാർത്ഥനകളും നൊവേനകളും കവടത്തിലേക്കുള്ള ഭക്തിയും കുറച്ചുകൂടെ അങ്ങോട്ട് ശക്തിപ്പെടുത്തി. പല ഗ്രൂപ്പുകളായിട്ട് പ്രാർത്ഥിക്കാൻ തിരിച്ചു, പലയിടത്ത് തിരുനാൾ നടത്തുമ്പോൾ പല വാർഡുകളായിട്ട് തിരിച്ചു. അങ്ങനെയൊക്കെ ജനം മുഴുവനും ഈ ചാവറയച്ചനെ ചുറ്റിപ്പറ്റിയുള്ള ചിന്തയിലേക്കും പ്രാർത്ഥനയിലേക്കും കടന്നു വന്നു. പിന്നെ പല സ്ഥലത്തുനിന്ന് തീർത്ഥാടനം കൊണ്ടുവരാൻ നോക്കി. അപ്പം ജനങ്ങൾ ഇങ്ങനെ അറിഞ്ഞ് കൂടുതൽ ഭക്തിയോട് വന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. രണ്ടാമത്തെ സെഷനായിട്ട് എനിക്ക് തോന്നിയത് കപടത്തിൽ ഇരിക്കണം. അപ്പൊ ഈ ജനങ്ങളെ മുഴുവനും വന്നവരെ മുഴുവൻ കപടത്തിലിരുത്തി പ്രാർത്ഥിക്കുന്നു, കപടത്തിന് മുട്ടുമേൽ നീക്കുന്നുണ്ട്. അത് ഒരു ഭക്തിയുടെ ഒരു രീതിയാണ് വിശ്വാസത്തിൽ. അപ്പോൾ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ച് ജനങ്ങളെല്ലാം ഈ കപടത്തിൻ്റെ ഉള്ള അടുപ്പം കൂട്ടി. അപ്പൊ ചാവറയച്ചൻ്റെ വിശേഷങ്ങളിൽ സ്ഥാപിച്ചിരിക്കുന്ന കപടത്തിൽ വന്ന് പ്രാർത്ഥിച്ച് ചാവറയച്ചനോടുള്ള വിശ്വാസത്തോടു കൂടി ദൈവത്തിന്റെ സന്നിധിയിലേക്ക് അവരുടെ ഉള്ളുകൾ ഉയരുകയാണ് ചെയ്യുന്നത്. ദൈവമഹത്വമാണ് സർവ്വവും നടക്കുന്നത്.
അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ജനങ്ങൾ ഇങ്ങനെ ഒത്തിരി വന്നു തുടങ്ങി. ഒത്തിരി ആളുകൾ അപേക്ഷകൾ എഴുതിയിടാൻ തുടങ്ങി. ഒത്തിരി ആളുകൾക്ക് അനുഗ്രഹം കിട്ടിയെന്ന് പറഞ്ഞ് നമുക്ക് കത്തുകൾ തന്നു. ഈ അനുഗ്രഹങ്ങളൊന്നും നമുക്ക് തെളിയിക്കാൻ പറ്റിയതല്ലായിരുന്നു. അങ്ങനെ ഓരോ ദിവസവും ഈ അനുഗ്രഹങ്ങൾ ഇങ്ങനെ നോക്കി ഇരുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 2007 ഇപ്പോൾ നടന്ന ഈ മരിയാമ്മോളുടെ അമ്മ അവിടെ വന്ന് 2007 ഒക്ടോബർ മാസത്തിലാണ് വന്ന് കപടത്തിൽ വന്ന് കരഞ്ഞിരുന്ന് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ഞാൻ അവിടെ വന്നത്. ഏതാണ്ട് 2 മണി നേരമായി. അപ്പോൾ ഈ അമ്മ തനിച്ചുള്ള നേരം അതിനുവേണ്ടി പ്രാർത്ഥിച്ചിട്ട് കടന്നു പോകാൻ നോക്കിയപ്പോൾ വീണ്ടും ഒന്ന് അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അങ്ങനെ വന്ന് ഞാൻ ചെന്ന് ചോദിച്ചു പേരെന്താണ് ഇങ്ങനെയൊക്കെ. അപ്പോൾ എല്ലാ വിവരങ്ങളും അത് പറഞ്ഞു. അതിൻ്റെ മോൾക്ക് കൊച്ചുകുട്ടിയാണ്, കണ്ണിന് കോങ്കണ്ണാണ്, ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഓപ്പറേഷനെ പേടിച്ചിട്ട് ഇവർ വളരെ വിഷമിച്ച് പല സ്ഥലത്തോടെയൊക്കെ പോയി അവസാനം വന്ന് കവടത്തിൽ ചാവറേഷനെടുത്ത് ആശ്രയം കൊണ്ടതാണ് ആ ഒരു അനുഗ്രഹം കൊണ്ട് ആ കാര്യം. ഇനി അവിടെ ഇരുന്നുകൊണ്ട് ഈ അമ്മ അവിടെ മേരിക്കുട്ടിയാണ്, ജോസ് എന്നാണ് അതിൻ്റെ അമ്മയുടെ പേര്. അവിടെ ഇരുന്നുകൊണ്ട് പ്രാർത്ഥിച്ചു. അവരോട് ഞാൻ പറഞ്ഞു ചാവറേച്ചന് മുറിയിലും കയറി ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പോക്കോ, ഒരു നൊവേന പുസ്തകവും കൊണ്ടുപോകോ, പിന്നെ അവിടെ നിന്ന് എഴുതിയിട്ടിട്ട് പോക്കോളാൻ പറഞ്ഞു. അവരിതെല്ലാം ചെയ്തു. പിന്നെ രണ്ടാമത് ഒന്നും കൂടെ അവർ കുടുംബസമേതം വന്ന് അവിടുത്തെ വന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഒരു 16-ാം തീയതി, അതായത് ഒക്ടോബർ 12-ാം തീയതി അവിടെ വന്ന് 16-ാം തീയതി ഇവർ വീട്ടിൽ നൊവേനയൊക്കെ ചൊല്ലിക്കൊണ്ടിരിക്കുകയായിരുന്നു. 16-ാം തീയതി കൊച്ചിൻ്റെ കണ്ണ് പെട്ടെന്ന് സൗഖ്യപ്പെട്ടു. അവർ അപ്പനും അമ്മയ്ക്കും സ്തുതിയല്ലെന്ന് വരുന്നുണ്ട് വീട്ടിലെല്ലാവരും. അങ്ങനെ സ്തുതി എല്ലിയപ്പോഴാണ് എനിക്ക് കണ്ടത് കോങ്കണ്ട് നേരെയായിരിക്കുന്നു. അത് സ്റ്റില്ലായിരിക്കുന്നു. മറ്റേ തന്നെയല്ല, ഓൾട്ടർനേറ്റിംഗ് കൺവേർജൻറ്റ് സ്കിൻറ്റ് എന്നാണ് പറഞ്ഞിരുന്നത്. ഒരിടത്തേക്കും സ്റ്റിക്ക് ഓൺ ചെയ്യാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ അത്രമാത്രം ഈ കുട്ടി കിടന്ന് തലകൊണ്ട് തന്നെ ഇങ്ങനെ പ്രകാരം കാണിക്കുന്നുണ്ടായിരുന്നു. അതിനെ നേരെ നോക്കാൻ പറ്റാതെ. പക്ഷെ ഇത് കൃത്യമായി ഭംഗിയായി. അപ്പോൾ സമാധാനമായി. അത് കഴിഞ്ഞിട്ട് പിന്നീട് അവർ ഇങ്ങനെ പല കാര്യങ്ങൾ നടന്നു. അവസാനം ഇവർ നേർച്ച നേർന്ന എങ്ങനെയായിരുന്നു, ചാവറപ്പിതാവിനാൽ അനുഗ്രഹം കിട്ടി കുഞ്ഞിന് സൗഖ്യം കിട്ടിയാൽ അവിടെ ഫോട്ടോ, രോഗമുള്ളതും രോഗം സൗഖ്യമായതായ ഫോട്ടോ കൊണ്ടുവന്ന് കവടത്തിൽ നേർച്ച വെച്ചോളാം. അങ്ങനെ അവർ കൊണ്ടുവന്ന് വെച്ചപ്പോഴാണ് അതും ഞാൻ കാണുകയാണ്. ഈ 2 കേസ് ഞാൻ കാണാൻ എനിക്ക് ഒരു അനുഗ്രഹം തന്നു. അപ്പോൾ അങ്ങനെ ഒരു ഇത് ചോദിച്ചപ്പോൾ ഞാൻ അത് നന്ദി ഒരു ഫോട്ടോയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ എന്താണെന്ന് ചോദിച്ച് മേടിച്ചെടുത്ത് അഴിച്ചെടുത്തപ്പോഴാണ് രോഗം ഉള്ളതുകൊണ്ട്, രോഗം സൗഖ്യമായതുകൊണ്ട്. പിന്നെ അവരെ വിളിച്ചുകൊണ്ട് പോയി ഡീറ്റെയിൽസ് ആയിട്ട് ചോദിച്ചു പറഞ്ഞ് എഴുതി. അപ്പോൾ പിന്നെ അവർ ഡീറ്റെയിൽസ് ആയിട്ട് എല്ലാവരുടെയും കുടുംബത്തിലുള്ള എല്ലാവരെയും വിളിച്ചു വരുത്തി അത് എഴുതി. അതിനുശേഷം പിന്നെ സാക്ഷികളെ കൊണ്ടുവന്നു. ആ രീതിയിലാണ് ആ കബറത്തിലേക്ക് ശ്രദ്ധ കൊണ്ടുവന്നതിൻ്റെ ഫലമായിട്ട് ഈ രോഗശാന്തി ഉണ്ടാകുന്നത്. അപ്പൊ അതിനുശേഷം ഈ ഡോക്ടർ ഒന്ന് സർട്ടിഫൈ ചെയ്യണല്ലോ. അപ്പൊ അത് ഇതിന് കിട്ടിക്കഴിഞ്ഞ് കത്തുകളെല്ലാം കിട്ടി. ഏതാണ്ട് ഇവരുടെ കത്ത് ആദ്യം ഈ കുട്ടിയുടെ ബന്ധപ്പെട്ടു. കുട്ടിയാണെങ്കിൽ രോഗശാന്തി കിട്ടിയത്. ആ മാതാപിതാക്കളും അവരെല്ലാവരും കൂടെ ഉത്തരവാദിത്തപ്പെട്ടവർ ഇത് സ്ഥിരീകരിക്കുകയാണ്. ഞങ്ങൾ പ്രാർത്ഥിച്ചു, വിശുദ്ധോട് മാത്രം, ചാവറയച്ചനോട് പിതാവിനോട് മാത്രമേ പ്രാർത്ഥിച്ചിട്ടുള്ളൂ. അത് ശരിക്കും നൊവേനയല്ലേ പ്രാർത്ഥിച്ചേ. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ച് അതിൻ്റെ ഫലമായിട്ടാണ് രോഗശാന്തി. അവർ തറച്ച് ഉറപ്പിച്ച് വിശ്വാസത്തോടെ പറയണം. അങ്ങനെ അവർക്ക് ആരും മിസ്റ്റേക്കും ഇല്ലാതെ അവർ കൃത്യമായിട്ട് പറഞ്ഞു. അപ്പോൾ അതെല്ലാം ഉണ്ടാക്കിയ ഒരു റിപ്പോർട്ടും ഒക്കെ ആയിട്ട് പിന്നെ ആശുപത്രിയിൽ നിന്ന് എവിടെയൊക്കെ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടോ, ഈ കൊച്ചിനെ പരിശോധിച്ചിട്ടുണ്ടോ, അതെല്ലാം കൊണ്ടുവന്ന് അവിടെ ഓടിക്കൊണ്ടുവന്ന് ഡോക്ടറെ കാണിച്ചു. അപ്പോൾ ഒരു ഡോക്ടറെ മാത്രമല്ല, ഒരു പീഡിയാട്രിഷ്യനെ കാണിച്ചു, അതുപോലെ തന്നെ ഈ കണ്ണിൻ്റെ ഒപ്താൾമിസ്റ്റിനെ കാണിച്ചു. അതിന് പല ആശുപത്രികളെ കാണിച്ച് എല്ലാം കൊണ്ടുവന്നപ്പോൾ ഇത് എന്താണ് എന്നുള്ള, ഏതായാലും ഇത് അനുഗ്രഹങ്ങളുള്ളതാണ് എന്നുള്ള അങ്ങനെയൊക്കെ അവർ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് പിന്നെ വീണ്ടും ഞാൻ ഒത്തിരി സ്റ്റഡി നടത്തി. ആ സ്റ്റഡി നടത്തിയിട്ട് എല്ലാ റിപ്പോർട്ടെല്ലാം എടുത്തിട്ട് കല്ലറങ്ങാട്ട് പിതാവാണല്ലോ പാലായിലെ പിതാവ്, ആ പിതാവിന് സമർപ്പിച്ചു. പിതാവെല്ലാം എടുത്തിട്ട് പറഞ്ഞു വെരി ഗുഡ് റിപ്പോർട്ട്, ഇത് ശരിക്കും നമുക്കിത് ഓർഗനൈസേഷന് വേണ്ടിയിട്ട് നമുക്ക് പരിശ്രമിക്കാം എന്ന് പറഞ്ഞ് അതിന് കോടതിയോടങ്ങാണ് ചെയ്തിട്ടുള്ളത്. ആ കോടതി അങ്ങനെ വന്നതിന് ശേഷം ഇനി മാർപ്പാപ്പയിലേക്ക് അതെങ്ങനെയാണ് എത്തുന്നത്? ആ കോടതി ഇവിടെ തുടങ്ങിക്കഴിഞ്ഞാൽ അവർ പറയുക ഇത്ര സാക്ഷികൾ വേണമെന്ന് പറയും. അത്രയും സാക്ഷികളെ നമ്മൾ ഈ കോടതി തന്നെ, ഈ എപ്പാർക്കൽ കോടതിയിൽ തന്നെ കൊണ്ടുവന്ന് സാക്ഷി വിസ്തരിക്കും. സാക്ഷി വിസ്തരിക്കാൻ അവർ ജഡ്ജ്, പ്രൊമോട്ടർ ജസ്റ്റിസ്, മെഡിക്കൽ എക്സ്പെർട്ട്, പിന്നെ നോട്ടറിമാര്, അവർ എന്നാൽ പിന്നെ വേറെ ആർക്കും അവിടെ അകത്ത് കയറാൻ പാടില്ല. വളരെ സീക്രട്ടാണ്, വളരെ കയറാൻ പറ്റില്ല. ആളെ അകത്തോട്ട് വിട്ടു കഴിഞ്ഞാൽ പുറത്ത് പോയിരുന്നോളണം. അപ്പോൾ അങ്ങനെ ഒരു ദിവസം ചിലപ്പോൾ 4 പേരൊക്കെ ചേരും. ഇതിപ്പോൾ ഒരു 126ഓളം പേരെ അന്ന് ഈ കോടതിയിൽ കൊണ്ടുവന്നു സാക്ഷികളായിട്ട്. അപ്പം അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് എല്ലാം കഴിഞ്ഞ് കോടതിയുടെ ഒരു
ആദ്യം ഓപ്പണിംഗ് സെറമണി ഉണ്ട്, അതിനുശേഷം കോടതി തുടങ്ങുകയുള്ളൂ. പിന്നെ ക്ലോസിംഗ് സെറമണി ഉണ്ട്. അപ്പോൾ ആ ക്ലോസിംഗ് സെറമണിയിൽ വെച്ച് എല്ലാം ബിഷപ്പ്, അതായത് കല്ലറങ്ങാട്ട് പിതാവ്, വൈസ് പോസ്റ്റലേറ്റർ, പിന്നെ ഈ ടീം, ഈ കോടതിയിലെ ഇതുണ്ടല്ലോ കോടതിയിലെ ആളുകൾ എല്ലാവരും കൂടി നിന്നിട്ട് വേറെ ഗസ്റ്റിനെ വിളിക്കാം ആവശ്യമുള്ളവർ. എന്നിട്ട് അത് ആ റിപ്പോർട്ടുകളെല്ലാം ഒരു കാര്യങ്ങൾ വായിക്കാനുണ്ട്. പിന്നെ അത് ഒരു സർവീസ് പോലെയാണ്, ഒരു സ്പിരിച്വൽ സർവീസ് പോലെയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ അത് തുന്നിക്കെട്ടും. തുന്നിയെല്ലാം നന്നായിട്ട് തുന്നിക്കെട്ടിയിട്ട് 4 കോപ്പി ഉണ്ടാക്കും. ഒരു കോപ്പി പാലാരമനെ വെക്കും, ബാക്കി 3 കോപ്പി റോമിലേക്ക് കൊടുക്കും. റോമിലേക്ക് കൊടുക്കുന്ന ഇന്റർനെഷ്യ വഴിയായിട്ടാണ്, അതായത് നമ്മുടെ നുൻഷ്യ ഉണ്ടല്ലോ, നുൻഷ്യ വഴിയാണ് അത് അയച്ചു കൊടുക്കേണ്ടത്. കോടതിയുടെ അവസാന ഭാഗമായപ്പോൾ വീണ്ടും ഇങ്ങനെ ഞങ്ങൾക്ക് സംശയം തോന്നി, എല്ലാം ആയോ, എല്ലാം സ്ട്രക്ചറെല്ലാം ശരിയായോ, ഇങ്ങനെ എല്ലാം എല്ലാവരെയും കൊണ്ടുവന്ന്, അതായത് ജോസ് അപ്പൻ്റെ പേര്, അമ്മയുടെ പേര് മേരിക്കുട്ടി, അതിൻ്റെ ആങ്ങളമാർ, എല്ലാവരും കൊണ്ട് നീ കൊച്ചിൻ്റെ കുടുംബത്തിലെല്ലാവരെയും പരിശോധിച്ചു, അവരുടെ റിപ്പോർട്ടെല്ലാം എടുത്തു. പിന്നെ അയൽവക്കക്കാർ, അവർ പറയുന്ന ഈ കേരളത്തിൻ്റെ നാനാഭാഗത്തു നിന്ന് ആണ് ഈ 26 പേരെ സാക്ഷികളെ കൊണ്ടുവന്നേക്കണേ. അതിൽ നല്ല സാക്ഷിയെ കൊടുത്തേക്കണേ. അത് രോഗമുള്ള അവസ്ഥയിൽ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഇതാ രോഗമില്ലാത്ത അവസ്ഥ. ഇപ്പൊ രോഗമില്ല, ഇവിടെ ഓപ്പറേഷൻ നടത്തിയിട്ടില്ല, വേറെ യാതൊരു തരത്തിലും ഒരു മരുന്ന് ഉപയോഗിച്ചിട്ടില്ല എന്ന് അന്നത്തെ ആദ്യത്തെ രോഗം കണ്ടുപിടിച്ച ഡോക്ടറുടെ അടുക്കലും പിന്നെ വേറെ പല ഡോക്ടേഴ്സിന്റെ അടുക്കലും പോയി അവരുടെ സർട്ടിഫിക്കറ്റെല്ലാം മേടിച്ചിട്ടുണ്ട്. അതിൽ ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അത് കൂടാതെ തന്നെ കോടതിയുടെ അവസാന ഭാഗമായപ്പോൾ ജഡ്ജി ആവശ്യപ്പെട്ടു, മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരെ കിട്ടുമോ? നമുക്ക് സാധിക്കും, അപ്പോൾ കണ്ടുപിടിച്ചോളാം. അങ്ങനെ 3 മെഡിക്കൽ കോളേജ് പ്രൊഫസേഴ്സിനെ കൊണ്ട്, അതായത് മെഡിക്കൽ കോളേജ് ഡോക്ടേഴ്സിനെ കൊണ്ട്, ഒപ്താലജിസ്റ്റ് ഡോക്ടേഴ്സിനെ കൊണ്ട് പരിശോധിപ്പിച്ച് സിംഗിൾ, ഡബിൾ, ട്രിപ്പിൾ അങ്ങനെ കുട്ടിയെ കൊണ്ടുപോയി പരിശോധിക്കണം. അങ്ങനെ പരിശോധിച്ച് അത് അവിടെ അമല മെഡിക്കൽ കോളേജിലും അതുപോലെ തൃശ്ശൂർ ജൂബിലി മെഡിക്കൽ കോളേജിലുമാണ്. അതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വം എടുത്തത് അന്ന് അമലയുടെ ഡയറക്ടറായിരുന്ന പോൾ അച്ചാണ്ടിയച്ചനാണ്, ഡോക്ടർ പോൾ അച്ചാണ്ടിയച്ചൻ. അപ്പോൾ അദ്ദേഹത്തിന് പിന്നീട് വളരെ വളരെ വിദഗ്ധമായ രീതിയിൽ അദ്ദേഹം ഡോക്ടർമാരെ എല്ലാം അറേഞ്ച് ചെയ്തു, അവിടെ കോടതി അറേഞ്ച് ചെയ്തു. അതിനുശേഷമാണ് കോടതി എല്ലാം അവിടെ നടത്തി അതിൻ്റെ റിസൾട്ട് എല്ലാം എടുത്തത്. അപ്പോൾ ഓരോ ഡോക്ടർ തനിച്ച്, പിന്നെ 2 ഡോക്ടർമാർ അതിൻ്റെ റിപ്പോർട്ടെല്ലാം എടുത്തു. അപ്പോൾ അതിനെല്ലാം ഫലമായിട്ട് ഇതൊരു ഡിവൈൻ ഇൻ്റർവെൻഷൻ തന്നെയാണ്. മെഡിക്കലായിട്ട് യാതൊന്നും ചെയ്തിട്ടില്ല, ഒരു ഓപ്പറേഷനോ അല്ല മറ്റൊന്നും ഉള്ള പാടുകളോ യാതൊന്നും ഈ കൊച്ചിൻ്റെ കണ്ണിലില്ല. അതുകൊണ്ട് കണ്ണിന് സൗഖ്യം കിട്ടിയത് ചാവറേച്ചനോടുള്ള ഇവരുടെ വിശ്വാസാനുസരിച്ചുള്ള പ്രാർത്ഥന തന്നെയാണ് എന്നും കൂടി അവരുടെയും കൂടി റിപ്പോർട്ട് പോസിറ്റീവായിട്ട് കിട്ടി. അങ്ങനെ ആണ് പിന്നെ ക്ലോസിംഗ് സെറമണി നടത്തുന്നത്. എന്നിട്ട് നമ്മൾ ഈ 3 കോപ്പി അങ്ങോട്ട് അയക്കുന്ന അത് പിന്നെ എന്താണ് അതിന്റെ ആ പ്രോസസ്സ്? പിന്നെ അവിടെ ആദ്യം തന്നെ റോമിലെ മെഡിക്കൽ എക്സ്പെർട്സിനെ കാണിക്കണം. മെഡിക്കൽ ഡോക്ടേഴ്സ് അതെല്ലാം കഴിച്ച ശേഷം അവർ ഉള്ള ഇതിനകത്തൊരു സാധ്യതയുണ്ട് എന്ന് പറഞ്ഞാൽ പിന്നെ അത് കുറച്ചുകൂടെ തിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് വിടുകയാണ്. അപ്പോൾ കോഴ്സിന്റെ ഡിപ്പാർട്ട്മെന്റിൽ വിവിധങ്ങളായിട്ടുള്ള ഡിപ്പാർട്ട്മെന്റുണ്ട്. അവിടെ അതിൽ വിട്ടിട്ട് അവിടുന്ന് ഇങ്ങനെ വന്ന് രണ്ടാമത്തെ സെഷനിലേക്ക് വരുന്നത് ഇതിൻ്റെ തിയോളജിക്കലായിട്ടുള്ള കാര്യങ്ങളൊക്കെ, ഈ ഇതിനകത്ത് എന്തുമാത്രം ഇവർ പ്രാർത്ഥിച്ചു, എന്തുമാത്രം പ്രാർത്ഥന ചൈതന്യമുള്ള ആളുകളാണ് ഇവരുടെ കുടുംബക്കാർ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ റിപ്പോർട്ടിൽ നിന്ന് അവർ മനസ്സിലാക്കുന്നു. ഇത് കഴിഞ്ഞ ശേഷം പിന്നീട് കർദിനാൾമാരുടെ ഇതിലേക്ക് വിടുന്നു. കർദിനാൾമാരും അത് അംഗീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ മാർപ്പാപ്പ ഒപ്പിടാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഡോക്ടേഴ്സാണ് മെയിനായിട്ട് ഇത് കണ്ടുപിടിക്കേണ്ടത്. കാരണം ഇതിനകത്ത് യാതൊരു മാൽ പ്രാക്ടീസും ഇല്ല, യാതൊരു തരത്തിലും മാനുഷിക ഇടപെടലുകളില്ല, ദൈവിക ഇടപെടൽ മാത്രമേ ഉള്ളൂ എന്ന് അവർ പറയുന്നതിനകത്താണ് ഇരിക്കുക. കാരണം സയന്റിഫിക് പ്രൂഫ് വേണം, അതാണ് മെയിനായിട്ടുള്ളത്. പിന്നെ ഈ മാർപ്പാപ്പ പ്രഖ്യാപിക്കുക എന്ന് പറയുന്ന പ്രോസസ് ഉണ്ട്. അപ്പോൾ അത് ഇതിപ്പോ 2013 വരെ എടുത്തു ഇതിന്റെ കാലഘട്ടങ്ങൾ. 2011 അവിടെ എത്തിച്ചു. 2 വർഷം എടുത്തോളൂ അവിടുത്തെ കോടതി തന്നെ ഒത്തിരി സ്ട്രക്ചേഴ്സ് ഉണ്ട് കേട്ടോ. ഞാൻ കുറച്ച് കാര്യങ്ങളെ പറഞ്ഞോളൂ, കാരണം അതിന് ധാരാളം സെക്ഷൻസ് ഉണ്ട്. ഓരോന്ന് ഡോക്ടർമാരുടെ ഒരെണ്ണം കഴിഞ്ഞു, അത് കഴിഞ്ഞാൽ പിന്നെ ഉടനെ പിന്നെ
ഈ സ്പെഷ്യലിസ്റ്റ് തിയോളജിക്കലായിട്ടൊക്കെ ഉള്ള എക്സ്പെർട്സ് ഉണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ കർദിനാളന്മാരുടെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ അതിന് സ്പെഷ്യലായിട്ട് വേറെ ഗ്രൂപ്പുകൾ പരിശോധിക്കും. പിന്നെ മാർപ്പാപ്പയുടെ അടുത്ത് ചെല്ലുന്നത്. കർദിനാളന്മാർ കഴിഞ്ഞാൽ പിന്നെ മാർപ്പാപ്പയുടെ അടുത്ത് കൊടുക്കാം. അപ്പോൾ അവിടെ അത് ചെയ്ത് കഴിഞ്ഞാൽ മാർപ്പാപ്പ അംഗീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഡേറ്റ് നിശ്ചയിക്കാനുള്ളൂ. അപ്പോൾ ഒപ്പിട്ട് അവൻ ഡേറ്റ് ചെയ്യാനുള്ളൂ. അപ്പോൾ അത് മാർപ്പാപ്പ നമ്മളോട് ആവശ്യപ്പെടും, എപ്പോഴാണ് എന്നാണ് നിങ്ങളുടെ ഡേറ്റ് നിശ്ചയിച്ചോളാൻ പറയും. അപ്പോൾ മാർപ്പാപ്പ ഒക്കെ ആൾ വിസിനെ നവീകരണം ചെയ്യാനായിട്ട് സൈൻ ചെയ്താൽ പിന്നെ ഡേറ്റ് നമ്മൾ ഏതാണ്ട് സൗകര്യമുള്ള ഡേറ്റ് പറയാം. അവിടെയും സൗകര്യമുള്ള ഡേറ്റ് പറയണം. വത്തിക്കാൻ സ്ക്വയർ കിട്ടണ്ടേ, അപ്പോൾ അത് ബുക്ക് ചെയ്യാനായിട്ട് അത് അവിടെയും സൗകര്യമുള്ള സമയം കിട്ടണം. അപ്പോൾ അങ്ങനെയാണ് അത് ബുക്ക് ചെയ്ത് അത് കഴിഞ്ഞിട്ട് അവിടെ കാനൈസേഷൻ നടക്കണേ. ഈ കോടതി നടക്കുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ബ്രേക്ക് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഒരു ദിവസം ജഡ്ജി പറയുകയാണ്, തലേദിവസം പറയും 4 പേരെ നാളെ വിസ്തരിക്കാം. 2 പേര് ഉച്ചയ്ക്ക് മുമ്പ് വേണമെങ്കിൽ 2 പേര് ഉച്ചയ്ക്ക് ശേഷം, അല്ലെങ്കിൽ 4 പേരെയും ഉച്ചയ്ക്ക് മുമ്പ് തന്നെ. അപ്പോൾ കറക്റ്റ് ടൈം 9 മണിക്കാണെന്ന് പറഞ്ഞാൽ ആ 9 മണിക്ക് മുമ്പേ തന്നെ അവരെ കൊണ്ടുവന്ന് ഇരിക്കണം. അങ്ങനെ 26 അത് കൊണ്ടുവരിക എന്നുള്ളത് ഈ വൈസ് പോസ്റ്റ്ലേറ്ററുടെ ചുമതലയാണ്. വൈസ് പോസ്റ്റലെ ഉത്തരവാദിത്വമാണ്. ആളവിടെ കൊണ്ടുവന്ന് കോടതി നടത്തിച്ച് ആളെ വിടുന്ന വരെയുള്ള ഉത്തരവാദിത്വം വൈസ് പോസ്റ്റലേറ്ററിയാണ്. അങ്ങനെ ഒരു ദിവസം പല പ്രാവശ്യം ബുദ്ധിമുട്ടിയിട്ടുണ്ട്. അതായത് മാട്ടുക്കട്ട, ഏഞ്ചൽ വാലി, അതിനും അപ്പുറേ എന്നൊക്കെ ഉള്ള ആളുകളുണ്ട്. വെളുപ്പിന് അവര് പശുവിനെയും കറന്ന് പിന്നെ മാറ്റിക്കെട്ടി എന്നിട്ടാണ് വരുന്നത്. അപ്പൊ ഒരു മിക്കവാറും വണ്ടി എടുത്ത് പോരാൻ പറയും. അപ്പൊ കാറിൽ വന്ന് ഇവിടെ വരുമ്പോഴേക്കും വേറെ ഇടയ്ക്കോ അല്ലെങ്കിൽ അടിമാലിന്നോ വല്ലവരും ഉണ്ടെങ്കിൽ അവിടെ ഉണ്ടായിരുന്നു 2 പേര്. അപ്പൊ ആരെയും കെട്ടിക്കൊണ്ടിച്ച് പോരും. അപ്പൊ അങ്ങനെയുള്ളവരെ ഒന്നിച്ച് നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കും, ഒരു ഏരിയ ഉള്ള ആളുകളെ ഒന്നിച്ച്. അങ്ങനെ വന്നു. അത് ഇങ്ങനെ പല പ്രാവശ്യവും കൃത്യമായി നടന്നു പോന്നു. പക്ഷെ ഒരു ദിവസം ഒരു വല്ലാത്ത സിറ്റുവേഷൻസ് ഉണ്ടായി. അതിപ്പോഴും എനിക്ക് ഓർക്കാൻ പറ്റില്ല. ഭയങ്കര വിഷമമായിപ്പോയി. കോടതി നടന്നുകൊണ്ടിരിക്കുന്നു. 2ാമത്തെ ആള് വരാനായിട്ട് അവിടുന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി. പാലായിൽ തന്നെയാണ്. പാലായിൽ വീട്ടിൽ നിന്ന് ഇറങ്ങിയെങ്കിലും അന്ന് അവിടെ ഒരു വലിയ ജാഥ ഉണ്ടായിരുന്നു. ഒരു സമരം പ്രഖ്യാപിച്ച് എന്തോ ജാഥ പോവുകയാണ്. വണ്ടിയെ ഒന്നും കയറ്റിവിട്ടില്ല. വണ്ടി എല്ലാം പുറയിൽ നിന്നു. അപ്പോ ഇവിടെ ജഡ്ജും എല്ലാവരും കോടതിയെ കഴിഞ്ഞ് മറ്റേയാളെ കഴിഞ്ഞ് അടുത്ത ആളെ വിളിച്ചോളാൻ പറഞ്ഞു. ഞാൻ ഇങ്ങനെ പമ്പരം കറങ്ങി നടക്കുകയാണ്, ഒരു രക്ഷയില്ല. എന്നുവെച്ചാൽ ഇവിടെ വന്നു, ഇവിടെ തന്നെയുണ്ട്, മുറ്റത്ത് വരെ എത്തി, അടുത്താളെ എത്തി, അവിടെ ഒരു റാലി പോകുന്നുണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടെ സമയമായി, കോടതിയുടെ സമയമായി. ആദ്യത്തെ ആളെ ഇറങ്ങി, 2ാമത്തെ ആളെ കയറ്റി വിളിച്ചോളാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു വന്നിട്ട് വലത്തേന് വന്നു, ആളെ ഒരു റാലി പോകുന്നതുകൊണ്ട് കിടത്തി വിടുന്നില്ല. അപ്പോഴത്തേക്കും ജഡ്ജൊക്കെ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്തു. എനിക്കൊക്കെ വല്ലാത്തൊരു ബുദ്ധിമുട്ട്. എന്ന് വെച്ചാൽ വേറെ റിയാക്ഷൻ അല്ല, നമുക്ക് എത്തിക്കാൻ പറ്റുന്നുള്ള ആ ഒരു തിക്കുമുട്ടല്, ഭയങ്കര ടെൻഷനായി. അപ്പോൾ ഞാനും കൂടെ ഇറങ്ങിച്ചെന്ന് മുറ്റത്തോട്ട് ഇറങ്ങിച്ചെന്ന് വേണ്ടി കയറിയോന്ന് കാണുന്നുണ്ട്. എന്തായി മടത്തിക്കലച്ചാ എന്ന് ചോദിക്കുന്നുണ്ട്. അന്ന് കുഴിഞ്ഞാലിയച്ചനാണ് ഇതിന്റെ ജഡ്ജ്, മോൺസിഞ്ഞോർ കുഴിഞ്ഞാലിയച്ചൻ. അപ്പം അത് ഞാൻ പറഞ്ഞു ഇത് എത്തിയിട്ടുണ്ട്, ഇവിടെ വരെ. അവന് അവസാനം പറഞ്ഞു ഇങ്ങനെ കോടതി ബ്രേക്ക് ചെയ്യാൻ, അല്ലെങ്കിൽ ബ്രേക്ക് ചെയ്താൽ പിന്നെ ഇനി എത്തിയല്ല, ഇനി ഒരിക്കലും വരികയില്ല, അങ്ങനെ അടുക്കാൻ തന്നെ പറ്റില്ല. അതുകൊണ്ട് കോടതി ബ്രേക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് പറയും. പിന്നെ ദൈവാനുഗ്രഹം കൊണ്ട് ഇച്ചിരി താമസിച്ചാണേലും വന്ന് അവരവിടെ ഇരുന്ന് താമസിച്ചാണേലും അതൊക്കെ ചെയ്ത് അതിന് മുമ്പുള്ള ആളുടെയൊക്കെ എഴുതിക്കൊണ്ടിരുന്ന് കോടതി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യിച്ചിട്ട് അദ്ദേഹം വന്ന് അദ്ദേഹം വേണ്ടതെല്ലാം പറഞ്ഞു കൊടുത്തു. അപ്പോൾ നല്ല ഒരു റിപ്പോർട്ടായിരുന്നു അദ്ദേഹത്തിൻ്റെത്. അദ്ദേഹം ഒരു എക്സ് സർവീസ് മാൻ ആയിരുന്നു. ഈ കൊച്ചിനെ കുറിച്ചും കുടുംബത്തെ കുറിച്ചും അറിയാമായിരുന്നു. അതുകൊണ്ട് കോടതിക്കും സാറ്റിസ്ഫാക്ഷനായി, ഞാനും സമാധാനമായി. ശരിക്കും ടെൻഷൻ അനുഭവിച്ചത് ഈ കോടതി നടക്കുന്ന ഒരവസരം ഇതാണ്. പിന്നെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. അതായത് ഈ ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട്, ഈ അവിടെ വൈസ് പോസ്റ്റ്ലേറ്റർ ആയിരുന്ന സമയത്ത് അച്ഛൻ രാത്രികളിൽ ഇരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു എന്നുള്ളത്, അതിനെ കുറിച്ചൊന്ന് പറയാം. ഏറ്റവും പ്രധാനം അത് തന്നെയാണ്. ഒരു വൈസ് പോസ്റ്റ്ലേറ്റർ എന്നുള്ളത് വലിയ ഡോക്ടറൈൻസ് ഒക്കെ പഠിച്ചിട്ട് വന്നിട്ടൊന്നും നടക്കില്ല. എൻ്റെ അനുഭവം ഞാൻ പറയാം. ഞാൻ പഠിച്ചു, റോമിൽ നിന്ന് ഇതിനുള്ള ഒരു പുസ്തകമുണ്ട്, മാത്ര മജിസ്ട്ര എന്ന് പറഞ്ഞ്, ആ പുസ്തകം അനുസരിച്ച് ഇവിടെ പഠിച്ചു. അത് കഴിഞ്ഞ് വൈസ് പോസ്റ്റ്ലേറ്റർക്ക് അവിടെ കാര്യങ്ങളെല്ലാം കൊടുത്ത് വേണ്ടപ്പെട്ട ടെസ്റ്റിങ് ചെക്കിങ് നടത്തി. അപ്പോൾ ആക്ച്വൽ നോളജ് ഉണ്ട് എന്നുള്ള രീതിയിൽ അദ്ദേഹവും സമ്മതിക്കുകയൊക്കെ ഉണ്ട്. അപ്പോൾ കാരണം നമ്മൾ എപ്പോഴും ഒരു ജഡ്ജിൻ്റെയും ഒരു അഡ്വക്കേറ്റിൻ്റെയും തോട്ട് പാറ്റേൺ വേണം, ഒരു ചിന്തയിൽ നിൽക്കണം. ഇപ്പോൾ ഒരു രോഗശാന്തി ഒരാൾ കൊണ്ടുവന്നു, എനിക്ക് എൻ്റെ മകളുടെ കല്യാണം നടക്കില്ല എന്ന് പറഞ്ഞിരുന്നതാണ്, നടന്നു.
ഇത് അത്ഭുതമാണ് എന്ന് പറയണ പോലെ അത്ഭുതം എന്ന് പറയാൻ പറ്റില്ല, ദൈവാനുഗ്രഹമാണ്. പക്ഷെ അത് ഒരു അത്ഭുതം നടന്നതെന്ന് എന്ന് പറയാൻ പറ്റില്ല. അത്ഭുതം നടക്കണമെങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ആ ഒരു പ്രാർത്ഥിച്ചുള്ള ഒരു രോഗശാന്തിയാണ് ഈ രോഗശാന്തി. അത് കൃത്യമായിട്ട് നടക്കണം, അത് പൂർണ്ണമായിരിക്കണം, അങ്ങനെയെല്ലാം ഉണ്ട്. സ്ഥിരവുമായിരിക്കണം. ഇനി ഉണ്ടായി 2 ദിവസം കഴിയുമ്പോൾ ആകാൻ പാടില്ല, അത് റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. പ്രാർത്ഥനയെക്കുറിച്ച് എങ്ങനെയായിരുന്നു എന്ന് കേട്ടിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ശരിയാണത്. ഞാൻ എവിടെ പോയാലും രാത്രി 9 മണിക്കുള്ള ആത്മശോധനയും പ്രാർത്ഥനയുണ്ട് ലില്ലിയൊക്കെ കമ്മ്യൂണിറ്റിയിൽ. അതാ കഴിഞ്ഞു കഴിഞ്ഞാൽ അടുപ്പ് കവടത്തിലിരിക്കും. പള്ളിക്കുള്ളിൽ ആ കവടത്തിൽ ഇരുന്നുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ ഒരു മിക്കവാറും 12 മണി ആകുമ്പോഴാണ് ഞാൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോരുന്നത്. ചിലപ്പോൾ 2 മണി വരെ വന്നിട്ടുണ്ട്. അതുപോലെ കറണ്ട് പോയി കഴിയുമ്പോഴത്തേക്കും എല്ലാം കംപ്ലീറ്റ് ഇരുട്ടാണ്. അപ്പോൾ രാത്രിയിൽ ഏതെങ്കിലും ആളുകൾ എവിടെയെന്നെങ്കിലും ഒരു ടൂർ തീർത്ഥാടനമായിട്ട് വന്നാൽ സെക്യൂരിറ്റി വെച്ചിട്ടുണ്ട്. സെക്യൂരിറ്റി പള്ളിക്കകത്തേക്ക് ലൈറ്റ് അടിക്കുമ്പോൾ ഞാൻ വാൽ തുറന്നു കൊടുക്കും, ലൈറ്റ് ഇട്ട് കൊടുക്കും. അപ്പോൾ അങ്ങനെ അത് കാണിച്ചു കൊടുക്കും. അപ്പോൾ ഈ സമയം മുഴുവനും ഈ കവടത്തിന് പ്രാർത്ഥിക്കും. പിന്നെ ഞാൻ കവടത്തിന് ഒട്ടുമേ നീന്തിയിട്ടുണ്ട്. ഒട്ടുമേ നീന്തി ഈ ഒരു കാര്യത്തിന് കാനൈസേഷന് വേണ്ടി മാത്രം. പിന്നെ അതോടൊപ്പം തന്നെ പ്രത്യേകം പറയാനല്ല, നല്ലപോലെ ഈ ജോലി ചെയ്യുന്ന ആൾ നല്ലതുപോലെ മാംസം, മത്സ്യം ഇങ്ങനെയുള്ള സംഗതികളൊക്കെ ഇടയ്ക്കെങ്കിലും ഉപേക്ഷിക്കണം. ഈ സാത്വികമായ ഭക്ഷണം കുറച്ച് ഉപവാസമൊക്കെ ഇതിന് ആവശ്യമാണ്. ഉപവാസം ഇല്ലാതെയും പ്രായശ്ചിത്തം ചെയ്യാതെയും പ്രാർത്ഥന നടത്താതെയും ഇതൊന്നും ഒരാൾക്കും വിജയപ്രദമായി ചെയ്യാൻ പറ്റിയല്ല. അത് ഇത് ദൈവികമായ കാര്യ ദൈവ ഇടപെടലുകളാണ്. എത്ര എന്തെല്ലാം ചെയ്തു വെച്ചാലും ഒരു സംഗതിയും വിജയപ്രദമാകുകയല്ല കാനൈസേഷൻ സംബന്ധിച്ച്. അതുകൊണ്ടെങ്കിൽ പ്രാർത്ഥന കൊണ്ട് മാത്രം നടക്കുകയുള്ളൂ. എത്ര പ്രാർത്ഥിക്കാൻ സാധിക്കും അത്ര. അതുകൊണ്ട് ഞാൻ ഈ കവടത്തിൽ ഇരുന്ന് ഈ 10 കൊല്ലം അവിടെ ഉണ്ടായിരുന്നു. 2005 അവിടെ വന്ന് ചെന്നു. 2015 കാനൈസേഷൻ 2014, 2015 അവിടെ നിന്ന് പോരുന്നേ. അത്ര സമയം മുഴുവനും ഈ കവടത്തിൽ തന്നെ എല്ലാ ദിവസവും രാത്രി ഇരുന്ന് പ്രാർത്ഥിക്കാറുണ്ട്. പിന്നെ ഞാൻ പള്ളിയിലുണ്ട്. മുറിയിൽ നിന്ന് പിൽഗ്രിം സെന്ററിലേക്ക് പോകുമ്പോഴും പിൽഗ്രിം സെന്ററിൽ നിന്ന് മുറിയിലോട്ട് വരുമ്പോഴും പള്ളിക്കടെ കയറി വരുവുള്ളൂ. അപ്പൊ എപ്പോഴെങ്കിലും ആരെങ്കിലും കവടത്തിലുണ്ടോ എന്ന് നോക്കി കവടത്തിലുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അങ്ങനെയാണ് ഈ മേരിക്കുട്ടി, കൊച്ചിന്റെ അമ്മ മേരിക്കുട്ടിയെ കണ്ടെത്തുന്നതും പിന്നീട് കുറെ കഴിഞ്ഞപ്പോൾ 1 കൊല്ലം കഴിഞ്ഞപ്പോൾ ഫോട്ടോ കൊണ്ട് വെച്ചു അത് കണ്ടെത്തുന്നതൊക്കെ അങ്ങനെയാണ് കണ്ടെത്തിയത്.